ഇന്ന് നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന മസാലകൾ. ഏലക്ക ഒരു 7 ഏലക്കയോളം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊട്ടിച്ചിട്ട് ഇടണേ. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇടണം. അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന പട്ടയാണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. ഒരു 3 ഇഞ്ച് നീട്ടത്തിലുള്ള പട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 12ഓളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് നേരം നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മണം, മസാലയുടെ മണം വന്ന് തുടങ്ങുന്ന സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ് ചേർക്കുന്നത്. ഏതാണ്ട് 1.5 ഇഞ്ച് നീട്ടത്തിലുള്ള ഒരു ഇഞ്ചി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ സ്റ്റൂവിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഈ സമയത്ത് പച്ചമുളക് കൂട്ടിയിടാം കേട്ടോ. ഇനി ഒരു 30 സെക്കൻഡ് നേരത്തോളം ഒന്നുകൂടെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ. ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക. ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ബ്രൗൺ കളറാവുമൊന്നും വേണ്ട, ഒന്ന് കളറങ്ങ് മാറി തുടങ്ങിയാൽ മതി. സവോള കളറൊക്കെ മാറിയതാ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. 1 കിലോ ആണ് കേട്ടോ ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റൂവിന് രുചി കൂട്ടാൻ എപ്പോഴും എല്ലുള്ള ചിക്കൻ തന്നെയാണ് നല്ലത്. ബോൺലെസ് വെച്ച് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്നതിലും നല്ലത് എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കുന്നതാണേ. 1 കിലോ ആണ് കേട്ടോ നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒരു ചെറിയ വെളുത്ത കളറിലേക്കായി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കാം. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും 1 സ്പൂൺ ഗരം മസാലയും ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കാം. കുരുമുളക് പൊടി ചേർത്തത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടോ, അപ്പോൾ അത് ചേർക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. 2-ാം പാലാണ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നത്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 3 സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്താണ് ഞാൻ 2-ാം പാലാക്കിയെടുക്കുന്നത്. നിങ്ങളിപ്പോൾ പാല് തേങ്ങ പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ തേങ്ങ മുഴുവൻ വേണ്ടി വരും കേട്ടോ. 1 കിലോ ചിക്കൻ ഇല്ലേ, ഒരു തേങ്ങ ചിരണ്ടിയതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റോളം എടുക്കും നമുക്ക് ചിക്കനും അതിനകത്ത് ചേർത്ത ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടാനായിട്ട്. അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റൂവിന് കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് ഇതിനകത്ത് വെന്ത് കിടക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൽ ഒരു 2-3 പീസ് ഇതുപോലെ ഈ സ്പൂൺ കൊണ്ട് ഒന്നങ്ങ് ഉടച്ച് ചേർത്താൽ മതി. നമ്മളതുപോലെ ഈസ്റ്ററിന് ക്രിസ്മസിനൊക്കെ സ്പെഷ്യലായിട്ട് ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഒരു 7-8 കശുവണ്ടി എടുത്ത് ഒന്ന് അരച്ച് ചേർത്താൽ നമുക്ക് കുറച്ചുകൂടെ കൊഴുപ്പും കുറച്ചുകൂടെ ഒക്കെ രുചി കിട്ടും കേട്ടോ. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മൾ ഇതുപോലെ കശുവണ്ടി അരച്ച സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. 1-ാം പാൽ ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണം അത് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്നുകൂടെ നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി 1-ാം പാൽ ചേർക്കാം. 1-ാം പാലും ഞാനിവിടെ മിൽക്ക് പൗഡർ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 സ്പൂൺ പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാൽ വേണം ചേർക്കാൻ. ഇനി തിളയ്ക്കരുത്. തിളയ്ക്കാനായിട്ട് വിട്ടാൽ ഇത് പിരിഞ്ഞു പോകും. നമ്മുടെ ആ സ്റ്റൂവിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. പതുക്കെ ബബിള് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കണം. ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇതിനകത്ത് ഉള്ളി വറുത്ത് ചേർക്കാറില്ല. അതിന് പകരം കശുവണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ കുരുമുളകും, ഇത് 3ഉമാണ് ഞാൻ വറുക്കാറ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്റ്റൂവിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മൾ ഈ 3 കാര്യങ്ങളും കൂടെ വറുത്ത് ചേർക്കുമ്പോൾ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് കുരുമുളക് പൊട്ടിയ ശേഷം വേണം നമ്മൾ കശുവണ്ടി ചേർക്കാൻ. കശുവണ്ടി മൂത്ത് തുടങ്ങുമ്പോൾ ഉണക്കമുന്തിരിയൂടെ ചേർത്ത് ഈ താളിപ്പ് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പിട്ട ശേഷം അങ്ങ് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്നാൽ മതി.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സ്റ്റൂ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ അപ്പത്തിൻ്റെയും വട്ടയപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരതൊക്കെ കാണുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്